ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കമ്പം എന്നൊരു സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉൾഭാഗത്തേക്ക് കേറിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഏതായിരുന്നാലും തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വീടുകളും അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് വീടുകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഇങ്ങോട്ട് ഞാൻ എത്തിയത് ഒരു മഹാന്റെ മക്കാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊറോണയുടെ മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഇല്ലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഈ തമിഴ്നാട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടെ വീടുകളും നിർമ്മിക്കുന്നത് ഇഷ്ടികക്കല്ല് ഉപയോഗിച്ചിട്ടാണ് എന്ന് തോന്നുന്നു. ബസ്സിന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ വന്നത് വാഗമൺ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കുമളി വഴിയാണ് ഇങ്ങോട്ട് എത്തിയത്. മുന്തിരിത്തോട്ടമൊക്കെ കണ്ട്. ഏതായിരുന്നാലും ഈ കാണുന്ന പള്ളീൻ്റെ അകത്ത് ഒരു മഹാനുഭാവന്റെ മക്കാമുണ്ട്. ഈ മക്കാമിൽ അന്ധവിശ്വാസം കൊള്ളുന്നത് മുത്തുനബിയുടെ 44ാമത്തെ പേരക്കുട്ടിയാണ്. അതായത് മുത്തുനബിയുടെ സ്വഹാബിയായിരുന്ന അബ്ദുറഹ്മാൻ അഫർ റളിയല്ലാഹുവിൻ്റെ 44ാമത്തെ പേരക്കുട്ടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ചെറിയൊരു പള്ളിയാണ്, അത്യാവശ്യം ചെറിയൊരു സ്ഥലത്താണ് ഈ പള്ളി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരുപാട് വീടുകളും അപ്പുറത്ത് ഒരുപാട് ഓഫീസുകളും കടകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റോഡ് സൈഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പള്ളി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്കും മറ്റൊരു സ്ഥലം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഒരു മക്കാമ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 44ാമത്തെ പേരക്കുട്ടിയായിട്ടുള്ള ഒരു മഹാന്റെ മക്കാമിലിത്. അംബാനായകൻ എന്നാണ് തമിഴ്നാട്ടിൽ ഈ ഒരു മഹാനെ അറിയപ്പെടുന്നത്. ഏതായിരുന്നാലും മറ്റൊന്ന് ഇവിടെയുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടോ അല്ലെങ്കിൽ വേറൊരു ആളുടെയും മക്കാമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ 44ാമത്തെ പേരക്കുട്ടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മക്കാമിൽ അന്ധവിശ്വാസം കൊള്ളുന്നത് മഹാനെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് അംബാനായകൻ എന്നാണ്. ആ ഒരു അറിയപ്പെടുന്ന മഹാന് 1976 ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതിൽ പിന്നെ മറ്റൊരു കാര്യം, ഈ ഞങ്ങൾ പോകുന്നത് ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒരുപാട് മഹാന്മാരുടെയും ഒക്കെ ആസാറുകൾ, ഏകദേശം 300-ലേറെ ആസാറുകൾ ഇവിടെ ഒരാളുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റസൂലുള്ളാഹിന്റെ സ്വഹാബിയായിട്ടുള്ള അബ്ദുറഹ്മാൻ അഫർ റളിയല്ലാഹുവിൻ്റെ 44ാമത്തെ പേരക്കുട്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പരമ്പരാഗതമായിട്ട് കൈമാറി പോന്നിട്ടുള്ള ഒരുപാട് ആസാറുകളുടെ ആ മുന്നിൽ നടക്കുന്ന ആ ഒരു തൊപ്പി തുണിയൊക്കെ ഇട്ട് ആളെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും. ചുറ്റും ഒരുപാട് വീടുകളും മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഏകദേശം 1999 ഇവിടെ പറഞ്ഞത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ആസാറുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ ചെരുപ്പും അങ്ങനെ പിന്നെ അബ്ദുറഹ്മാൻ അഫർ റളിയല്ലാഹുവിന് ബദറിൽ കൊടുത്ത വാളും അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏതായിരുന്നാലും ഇതാണ് കേട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഅൽ, അതായത് ചെരുപ്പ് എന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വൻ ശേഖരം തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഓരോന്നായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയാൽ നമുക്കതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ശേഖരങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ സംഭവമായിട്ട് ഇവിടെ ഇങ്ങനെ അദ്ദേഹം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടെ എത്തിയാൽ നമുക്കതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം വാഗമണ്ണും മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് അധികം ആളുകളും ഇവിടെയുള്ള ഒരു മക്കാമിലേക്കും കൂടി വരാറുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെയുള്ള ആസാറുകളുടെ ശേഖരമൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. വല്ലാതൊരു അത്ഭുതം തോന്നിപ്പോയി. റസൂലുള്ളാഹിന്റെ ചെരുപ്പും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിനൊക്കെ നമ്മൾ വെറും ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഒരിക്കലും ആരാധിക്കുന്നില്ല. ആരാധനയും എല്ലാം പടച്ചിറപ്പിനോട് മാത്രമാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ലക്ഷ്യം. അപ്പം ഇതൊക്കെ ആ ഒരു ആസാറുകളാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ സംഗതികളൊക്കെ കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ആസാറ്, ഉപ്പാൻ്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഒരു സ്ഥലം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.